ഓരോ 3 വർഷം കൂടുമ്പോഴാണ് IPL മെഗാ ഓപ്ഷൻ വരുന്നത്. ഇപ്രാവശ്യം മെഗാ താരലേലമാണ്. അതുകൊണ്ട് എല്ലാ ടീമുകളും അടിമുടി മാറുകയാണ്. കഴിഞ്ഞ മെഗാ ഓപ്ഷന്റെ സമയത്താണ് പുതിയ 2 ടീമുകൾ IPLിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 10 ടീമുകളായപ്പോൾ IPL വലുതായി. ഇപ്പോഴിതാ അടുത്തൊരു മെഗാ ലേലം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ 2 ടീമുകളെ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത തവണ 12 ടീമുകളായിരിക്കും IPLിൽ ഏറ്റുമുട്ടുന്നത്. പുതിയ ടീമുകൾ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പണ്ട് കൊച്ചി ടസ്കേഴ്സ് എന്ന ടീമുണ്ടായിരുന്നു. ജഡേജ, ബ്രണ്ടൻ മക്കല്ലം, ശ്രീശാന്ത് തുടങ്ങി ഒരുപാട് താരനിര ആ ടീമിലുണ്ടായിരുന്നു. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണമാണ് കൊച്ചി ടസ്കേഴ്സിനെ ബാൻ ചെയ്തത്. ഇപ്പോഴിതാ 2 പുതിയ ടീമുകൾ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ടീം വന്നാൽ അത് സഞ്ജുവിന് ലോട്ടറിയാണ്. സഞ്ജു ഉറപ്പായിട്ടും കേരള ടീമിൽ ജോയിൻ ചെയ്യും. കേരളത്തിന്റെ ക്യാപ്റ്റൻ സഞ്ജു തന്നെയായിരിക്കും. പിന്നീട് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് കേരള ടീമിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ മറ്റൊരു ടീം മാഞ്ചസ്റ്റർ ടീമാണ്. ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ ഫേമസ് ആണ്. അവർക്ക് IPLിലെ ഒരു ടീമിനെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടൊരു പക്ഷേ അടുത്ത IPLിൽ മാഞ്ചസ്റ്ററിന്റെ ഒരു ടീം വരാൻ സാധ്യതയുണ്ട്. ടീമുകളുടെ ലേലത്തിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നവർക്കായിരിക്കും ടീമിനെ കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം പുതിയ ടീം വന്നപ്പോൾ 5000 കോടിക്ക് മുകളിലായിരുന്നു ആ ടീമിന്റെ പ്രൈസ്. ഒരു IPL ടീമിനെ സ്വന്തമാക്കുന്നത് അത്ര ഈസിയല്ല. കോടികൾ ആവശ്യമാണ്. മാഞ്ചസ്റ്റർ പോലെയുള്ള ക്ലബ്ബുകളാണെങ്കിൽ അവർക്ക് കോടികൾക്ക് ഒരു വിലയുമില്ല. വലിയ രീതിയിലാണ് അവർ ഫുട്ബോളിന് പൈസ ഇറക്കുന്നത്. അതുകൊണ്ട് IPLിലേക്ക് അവർ വന്നാൽ അത് IPLിൽ തന്നെ ഗുണകരമാണ്. എന്തായാലും അടുത്ത പ്രാവശ്യം 2 പുതിയ ടീമുകൾ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ടീം വരാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളികൾക്കും സഞ്ജുവിനും അത് ഗുണകരമാണ്. അപ്പോൾ അടുത്ത IPLിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.